ഹിറ്റ് അണ്ണാ സൂപ്പർ ഹിറ്റ്. നിക്ക്, സത്യം പറ ബാബു, നല്ല പടമാണോ? കൂലി കണ്ടതിന് ശേഷം ഈ പാട്ട് കേൾക്കാനുള്ള ഇതുവരെ പോയിട്ടുള്ള എല്ലാവർക്കും ഉറങ്ങിയിട്ടില്ല. കാരണം ഇത് രാവിലെ മുതൽ ഹൈപ്പ് കയറിയിട്ട് ഈ സാധനം കാണാൻ വേണ്ടിട്ട് ഹൈപ്പ് കയറിയിട്ട് ഉറക്കം വരെ കിട്ടാണ്ട് നമ്മൾ കാത്തു തന്നെ പോയി കണ്ട്. ഓ ഐ സി. എന്നിട്ട് എന്ത് പറ്റി? സിനിമ കണ്ടപ്പോ ഉറക്കം കിട്ടി. അതാണ് പറയേണ്ടത്. ഉറങ്ങാൻ വരെ വിടുന്നില്ലല്ലോ. ഇത് ഇടക്കിടക്ക് മിസ്സില്ല പറക്കട്ടെ. ഇത്രയും വൃത്തിയായിട്ട ഒരു പാടം ഞാൻ എനിക്കറിയില്ല. ഇങ്ങനെ നെഗറ്റീവ് രജനീകാന്തിനെ കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റുമോ എനിക്കറിയാം. ഈശ്വരന്മാരെ എന്റെ മാനം കാത്തോളണേ. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കേ. സംഭവം രജനീകാന്തിന്റെ പ്രശ്നമല്ല. ഇത് എനക്ക് വന്ന് ലോകേഷ് ഹൈപ്പ് വാരി എറിഞ്ഞിട്ടാണ്. അങ്ങനെ പറ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇത് L2 പോലെ ആയത്. L2 എന്ത്? എമ്പുരാൻ 2. എടാ എമ്പുരാനിൽ എന്ത് ലെവല് പടമാണ് ഇത് വെച്ച് നോക്കുമ്പോ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. സൗബിന് ആ ഒരു കയ്യടി അറിയിക്കുന്നുണ്ട്. സൗബിനാണ് കൂലി മൊത്തമായിട്ട് ക്യാരി ചെയ്തത്. സൗബിന്റെ പടം ഇത്. അമീർ ഖാനെ കൊണ്ടുവന്നത് നമ്മുടെ പള്ളിന്റെ ഇപ്പുറത്തുള്ള അമീർ ഖാനെ കൊണ്ടുവന്ന പോലെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കാര്യം ഒരു ബീഡിയും കൊടുത്തിട്ട് വിട്ട്. ഇതാ സംഭവം. അണ്ണാ എന്തടാ ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോണോ? ആരുടെ ആയാലും മതി. വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്ന്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ കഴിഞ്ഞ എത്ര ദിവസമായി, ഒരാഴ്ച 2 ആഴ്ച എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വന്നിട്ട് പറയുന്നത് കൂലി. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു.